ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി വീട്ടമ്മ സീതയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത് നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ്. കാട്ടാന ആക്രമണത്തിൽ അല്ല സീത കൊല്ലപ്പെട്ടതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സീതയുടെ ഭർത്താവ് ബിനു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ അയാളുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. എന്നെ ഒരു വലിയ ആളാക്കാൻ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ അറിഞ്ഞേക്കുന്നത് കോട്ടയം DFI ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞു. അങ്ങനെ DFI അതേപോലെ തന്നെ ഡോക്ടറിന് ഏറ്റവും കൂടുതലും ഡോക്ടറിൻ്റെ അത് ഏറ്റവും കൈയുള്ളത് ഡോക്ടറാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇതിൻ്റെ അത് ഏറ്റവും കൂടുതലും കള്ളത്തരം കാണിച്ചത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. കുത്തിറക്കമാണ്. ഈ കുത്തിറക്കത്തെ ഇറങ്ങി ചെന്നപ്പം വലിയൊരു പടപ്പിൻ്റെ അടിയിൽ യാന നിന്നത്. യാന അവിടെ നിൽക്കുകയും യാന നിൽക്കുന്ന ഞങ്ങൾക്ക് ഇറങ്ങി ചെന്ന് താഴെ ആന കയറി വരിക. യാന കയറി വന്ന് പമ്മി നിന്ന് ഞങ്ങൾ കണ്ടില്ല. ഇതിൻ്റെ മണം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ 4 മനുഷ്യനും ഒരു പട്ടി ഉണ്ടായിരുന്നു. അത് പട്ടി ചത്തെന്ന് പിള്ളേർ പറഞ്ഞു. അതിനെപ്പോയി ഞാൻ ഏതായാലും പോയി നോക്കിയിട്ടില്ല. എൻ്റെ പട്ടി ചത്ത ആന അടിച്ചതാണ്. ഈ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഈ ആന പടപ്പിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ചാടി വന്നാണ് ഇവിടെ അടിച്ച് തെറിപ്പിച്ചിടുകയും എന്നാൽ ഞാൻ ഇവിടെ ആന അടിച്ച് തെറിപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി ആനക്കിട്ട് അടിച്ചു. കൈകൊണ്ട് ആനക്കിട്ട് അടി കൊടുത്തു. കൈകൊണ്ട് രണ്ടടി കൊടുത്തു. 2 അടി ആനക്കിട്ട് കൈകൊണ്ട് അടി കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞ് അപ്പുറത്ത് ഒരു 10 അടിയോളം അകലെ ഞാൻ തെറിച്ചു വീണു. ആ എറിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് കിടന്നിടത്തിലോട്ട് തിരിഞ്ഞ് പോകുന്ന ഞാൻ കണ്ടു. അതിന് എന്താ സംഭവിച്ചു? ഇവിടെ തിരിച്ച് ചവിട്ടുമോ അല്ലെ വേറെ എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഈ വീണ എഴുന്നേറ്റ് വന്നപ്പോൾ അന്നേരം സാജിമോൻ എൻ്റെ മോൻ അന്നപ്പം എൻ്റെ പുറകിൽ നിന്ന് ഓടി ഇറങ്ങി വന്നു. അമ്മ പോയെന്ന് പറഞ്ഞ് വിളിച്ച് കാറിക്കൊണ്ട് വന്ന ഉടനെ ഞാൻ പറഞ്ഞു അന്നപ്പം ആനയുടെ അടി കിടക്കുകയുള്ളൂ. ആനയുടെ ഇവളുടെ മുതുകത്തോടെ ആന കവിടി നിൽക്കുക കമന്നു. കാട്ടാന ആക്രമണം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടാന എത്തിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. DFO വ്യക്തമാക്കിയതാണ് സംഭവത്തിലെ സംശയം ഉയർത്തിക്കൊണ്ടുവന്നത്. കോട്ടയത്ത് നിന്ന് വന്ന DFO N രാജേഷ് ആണ് സംശയങ്ങൾ പോലീസിൽ അറിയിച്ചത്. അപ്പോൾ ബിനു പറയുന്നത് തനിക്കും ആക്രമണം നേരിട്ടു എന്നാണ്. പക്ഷേ ബിനുവിന്റെ ശരീരത്തിൽ മുറിവുകളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. കൊല്ലപ്പെട്ട സീത ക്രൂരമായി മർദ്ദനത്തിനിരയായിരുന്നു. കല്ലുകൊണ്ടുള്ള മർദ്ദനങ്ങൾ, തലയ്ക്കും സാരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. സീതയുടെ തല പാറയിൽ ഇടിച്ചതിന്റെ പാടുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. സീതയുടെ 3 വാരിയെല്ലുകളാണ് മർദ്ദനത്തിൽ ഒടിഞ്ഞതായി കണ്ടെത്തിയത്. ഇവ ശ്വാസകോശത്തിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. മർദ്ദിച്ച് അവശയാക്കി സീതയെ വലിച്ചിഴച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ബിനു ഇപ്പോഴും കാട്ടാനയുടെ ആക്രമണമാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. കൂടാതെ അതേസമയം ഭർത്താവ് ബിനു തന്നെയാണ് സീതയെ മർദ്ദിച്ചതെന്നാണ് നിഗമനം. കാരണം ഇവരൊന്നിച്ചാണ് 2 കുട്ടികൾക്കൊപ്പം വനത്തിലേക്ക് പോയിട്ടുള്ളത്. അവരവിടുന്ന് വിറകെല്ലാം ശേഖരിച്ച് വരുന്നതിനിടയിലാണ് ഈ സംഭവം. ഒറ്റയാനാണ് ഭാര്യയെ കൊന്നതെന്നാണ് ബിനു പോലീസിനോട് ആവർത്തിച്ച് ഇപ്പോഴും പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അതായത് എന്തിനു കൊന്നു, കാരണങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. കൊലയ്ക്ക് പിന്നിലെ എന്തിനാണ് കൊന്നതെന്നൊന്നും വ്യക്തമല്ല. പക്ഷെ പോലീസ് പറയുന്നത് വീണ്ടും മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ്. ബിനു പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് തന്നെയും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ഉറച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധ നേടിയത്. AK ശശീന്ദ്രൻ പറയുന്നത് വാർത്ത വന്നപ്പോൾ തന്നെ അതിൻ്റെ വസ്തുത എന്തെന്ന് പരിശോധിക്കാതെയാണ് എല്ലാവരും പ്രതികരിച്ചത് എന്നാണ് മന്ത്രി പറയുന്നത്. അതായത് ഒരു മരണത്തിൽ കാട്ടാന കുത്തിക്കൊന്നു അല്ലെങ്കിൽ കാട്ടാനയുടെ ആക്രമണം കാരണം മരിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ വേദന തോന്നിയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 10 ലക്ഷം, നമ്മൾ ആ മൊഴിയിൽ കേട്ടതാണ്, 10 ലക്ഷത്തോളം രൂപ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷെ കൊലപാതകമാണെന്ന് തെളിഞ്ഞപ്പോൾ അതിലൊരു ആനന്ദമാണ് നമ്മുടെ മന്ത്രി കണ്ടെത്തിയത്. എന്തായാലും ആ മറുപടി ഒന്ന് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ദിവസം പീരുമേട് മേഖലയിൽ ഒരു ആദിവാസി സ്ത്രീ കാട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കാട്ടിനുള്ളിൽ വെച്ച് മരിച്ചു, വന്യജീവിയുടെ ആക്രമണത്തിന് വിധേയമായ എന്നായിരുന്നു നമ്മുടെ വാർത്താമാധ്യമങ്ങളും അവിടുത്തെ പൊതുജനങ്ങളും
വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിച്ചത്. അതിൻ്റെ പേരിൽ അവിടെ പ്രതിഷേധ ശബ്ദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്യജീവിയുടെ ആക്രമണം മൂലമല്ല ആ കൊലപാതകം ഉണ്ടായിട്ടുള്ളതെന്നും സ്വന്തം ഭർത്താവ് തന്നെ ആ സ്ത്രീയെ കൊന്നതിന് ശേഷം അദ്ദേഹം തന്നെ ആശുപത്രിയിലെത്തിച്ച് കാട്ടാനയുടെ ആക്രമണം മൂലമാണ് മരണമുണ്ടായതെന്ന് ആശുപത്രി അധികൃതരെയും മറ്റുള്ളവരെയും അറിയിക്കാനുണ്ടായത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിനെ പ്രതിയിൽ കയറ്റാനാണ് എല്ലാവരും പതിവ് പോലെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ധരിച്ച് കൊന്നതാണെന്നും ഇദ്ദേഹമാണ് കൊലപാതകിയെന്നും നിഗമനത്തിലെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ നടന്ന പല മരണങ്ങളും കാട്ടിനുള്ളിൽ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നിലമ്പൂരിലാണെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആദിവാസി മരിക്കാനിടയായ സംഭവത്തിലും കാട്ടിനുള്ളിൽ വെച്ചാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് നടക്കുന്ന മരണമാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? വന്യജീവികൾ കാട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ജനവാസ മേഖലകളിലെത്തി അവിടെ മനുഷ്യൻ്റെ ജീവനും കൃഷിക്കും നാശം വെക്കുന്ന മൃഗങ്ങളെ എന്തു ചെയ്യണമെന്നാണോ ചർച്ച ചെയ്യുന്നത് എന്ന വ്യത്യാസമില്ലാതെ തന്നെ എല്ലാം വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ നടക്കുന്നതാണ് എന്നൊരു വ്യാഖ്യാനം കൊണ്ട് വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ കയറുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ദിവസം വരെ നമുക്ക് കാണാനിടയായത്. അപ്പോൾ അതിനെ രണ്ടും രണ്ടായി കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അന്നവരെന്നോട് വിശദീകരിച്ചിരുന്നത് ഇന്നലെ സംഭവിച്ചതുപോലെ സംഭവിക്കാമല്ലോ, അപ്പോൾ ഒരു പരിശോധന ആവശ്യമാണെന്ന നിലപാടാണ് അവരെടുത്തത്. ഇന്നിപ്പോൾ പരിശോധന ആവശ്യമാണ് എന്ന കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധിക്കരുതെന്നോ വാർത്ത കൊടുക്കരുതെന്നല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത് വരെയെങ്കിലും കുറ്റവാളിയെ ടാർഗറ്റ് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തുന്നതും വിമർശനം നടത്തുന്നതും ഒന്നുകൂടി പക്വതയോടുകൂടി ആലോചിക്കുന്നതല്ലേ സമൂഹത്തിനും ഉദ്യോഗസ്ഥന്മാർക്കും നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം വരിക. അപ്പോൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതുകൊണ്ട് എടുത്തു ചാടി അഭിപ്രായ പ്രകടനവും പ്രതിഷേധവും നടത്തുന്നതിന് പകരം വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിഷേധം ആവശ്യമുണ്ടെങ്കിൽ പ്രതിഷേധവും സമരം ആവശ്യമുണ്ടെങ്കിൽ സമരവും റോഡ് ഉപരോധം വേണമെങ്കിൽ ഉപരോധവും എന്ത് വേണമെങ്കിൽ നടത്താം. പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെയെങ്കിലും കാത്തിരിക്കണം. ആ ക്ഷമ സമൂഹം കാണിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല, ന്യായീകരിക്കുന്നുമില്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം